ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കളോട് നമ്മളൊന്നും പറയാൻ വേണ്ട ഒരു കാര്യമില്ല. കാരണം ബി ജെ പി വളർച്ചയുടെ പാതയിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. നിലവിൽ ഇപ്പോൾ ഇത് പടവലങ്ങിയ പോലെയാണ്. ഇതിൻ്റെ വളർച്ച താഴേക്ക്. ഇപ്പോൾ ഈ അനിൽ ആന്റണിക്ക് ഒരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിൽ ആന്റണിനെ ശരിക്കും ബി ജെ പി നേതൃത്വത്തിലേക്ക് എടുത്തത് സോഷ്യൽ മീഡിയ, കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ തലവൻ എന്ന് പറഞ്ഞിട്ടാണ്. കോൺഗ്രസിന് അങ്ങനെ സോഷ്യൽ മീഡിയ തലവനേ ഇല്ല. ഇവിടെ ഏറ്റവും നമ്പർ 1 ആയിട്ട് കേരളത്തിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. പോരാളി ഷാജി അങ്ങനെ അടക്കമുള്ള ആളുകൾ. ഇസ്ലാമിക വോട്ടുകൾ എങ്ങനെ ഏകോപിപ്പിക്കാം, അത് കൃത്യമായിട്ട് പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൂടി അതിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അവർ ആ ഒറ്റ വിഷയം കൊണ്ട് തന്നെ ആ വോട്ട് കംപ്ലീറ്റ് അവരുടെ പോക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അടുത്ത തവണ ശരിക്കും ബി ജെ പി സീറ്റ് അതിലും പിടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ എവിടുത്തെ കാര്യം കേരളത്തിൽ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്? കിട്ടണമെന്നുണ്ടെങ്കിൽ താങ്കളടക്കം പറയുന്നു ജയിക്കില്ല എന്ന് പറയുന്നു, കൃത്യമായി പറയുന്നു ജയിക്കില്ല. ജയിക്കില്ല എന്ന് പറയുമ്പം എന്തിനാണ് ഇവിടെ ഇങ്ങനെ സംഘടന കോടികൾ ചെലവാക്കുന്നത്? എന്റെ ചോദ്യം അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ ഈ സംഭവം? സ്വാഭാവികമായിട്ടും കാണുമല്ലോ. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിഞ്ഞായിരിക്കും. അതെ. അപ്പോൾ ആ സമയത്ത് ഈ പണം നഷ്ടപ്പെട്ട ഇതൊരു സ്വകാര്യ സദസ്സിൽ കേട്ടൊരു കഥയാണ്. സംഘടനാപരമായിട്ടുള്ള നമ്മുടെ പഴയ ചില പ്രവർത്തകരെ കണ്ട് നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ നമുക്ക് കേട്ടൊരു തമാശ കഥയാണത്. ഈ കൊടകര കുഴൽപ്പണ കേസിൻ്റെ അകത്ത് ഈ പണം നഷ്ടപ്പെട്ടു ഇത്തരം വിഷയങ്ങളായ സമയത്ത് ബി ജെ പിയുടെ ഒരു വ്യക്തി പറഞ്ഞത് മൊട്ട ഷാജിയെ വിളിച്ച് കുറച്ചുകൂടെ അയക്കാനാണ് പറഞ്ഞത്. പണം പോരാ, അമിത്ഷായെ വിളിച്ചിട്ട് ഒരു ട്രിപ്പോടെ അയക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് നടക്കുന്ന ജാതീയമായിട്ടുള്ള ഈ വിഷയങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി ലക്ഷ്യമില്ലാത്തത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ പുറത്താണ്. അത് ആദ്യം മനസ്സിലാക്കിയത്. നാരായണ ഗുരുദേവൻ പറഞ്ഞിരുന്ന വാചകങ്ങളും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളുമല്ല ആക്ച്വലി അവരുടെ നേരെ വ്യതിചരിച്ചല്ലേ? സംശയം എന്താണ് കാര്യത്തിൽ? അദ്ദേഹത്തെ ഒരു മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്തു, എന്നിട്ട് ബിസിനസ് ചെയ്യുന്നു. സംശയം എന്താണ്? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവരുടെ ഈ സമുദായങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ കോടീശ്വരന്മാരാവുകയും താങ്കളോട് ഒരു ചോദ്യം. അതായത് ബി ജെ പി എന്നുള്ള പ്രസ്ഥാനം കുറെ കാലങ്ങളായി ശരിക്കും കേരളത്തിൽ വന്നിട്ടില്ലേ, ഒരു വളർച്ചയും കാണാത്ത രീതിയിലേക്കാണ്. ഇപ്പോൾ ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പോലും നോക്കുകയാണെങ്കിൽ 12,000 വോട്ടിൽ 5,000-ലേക്ക് വന്നു. എന്താണ് ശരിക്കും ബി ജെ പിയുടെ നേതൃത്വത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത്? കാര്യം താങ്കളടക്കമുള്ള ആളുകൾ ശരിക്കും ബി ജെ പി ഇവിടെ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ഇവർ താഴത്തോട്ട് വളർന്നു പോകുന്നത്? ബി ജെ പിയുടെ നേതാക്കളോട് നമ്മളൊന്നും പറയാൻ വേണ്ട ഒരു കാര്യമില്ല. കാരണം ബി ജെ പി വളർച്ചയുടെ പാതയിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. നിലവിൽ ഇപ്പോൾ ഇത് പടവലങ്ങിയ പോലെയാണ്. ഇതിന്റെ വളർച്ച താഴേക്ക്. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇപ്പോൾ താങ്കൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു. എന്റെ സ്വദേശം കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയാണ്. തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ പുതുപ്പള്ളി എന്ന് പറയുന്നത്. പുതുപ്പള്ളിയിലൊക്കെ ഈ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട വോട്ട് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോ ഉത്തരവില്ല. അല്ല, ബി ജെ പിയിൽ എനിക്ക് തോന്നുന്നു ഈ പുതുപ്പള്ളിയിലെ കുറച്ച് വോട്ട് പോകാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ നീങ്ങിയിട്ടാണ്. അതായത് അനിൽ ആന്റണി എന്നുള്ള ഒരാളെയാണ് അവിടെ കൊണ്ട് നിർത്തിയത്. കാര്യം ഈ അനിൽ ആന്റണിക്ക് ഒരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിൽ ആന്റണിനെ ശരിക്കും ബി ജെ പി നേതൃത്വത്തിലേക്ക് എടുത്തത് സോഷ്യൽ മീഡിയ, കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ തലവൻ എന്ന് പറഞ്ഞിട്ടാണ്. കോൺഗ്രസിന് അങ്ങനെ സോഷ്യൽ മീഡിയ തലവനേ ഇല്ല. കോൺഗ്രസിന് സോഷ്യൽ മീഡിയ ഉള്ളതായിട്ട് താങ്കൾക്ക് അറിയാവോ? രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ് ആയെന്നല്ല. അതെ, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായുള്ള ഫേസ്ബുക്ക്, അതായത് ഷാഫി പറമ്പിൽ മറ്റുള്ള വീഡിയോ സെഷൻ അത്തരം വീഡിയോയിലേക്കുള്ള അല്ലാതെ സോഷ്യൽ മീഡിയ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇവിടെ ഏറ്റവും നമ്പർ 1 ആയിട്ട് കേരളത്തിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. പോരാളി ഷാജി അങ്ങനെ അടക്കമുള്ള ആളുകൾ. അപ്പം ഞാൻ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തലവൻ എന്ന് പറഞ്ഞ് അനിൽ ആന്റണിയെ എടുക്കുന്നു. എനിക്ക് തോന്നുന്നു കുറേ വോട്ടുകൾ പോയി കിട്ടാൻ കാരണം അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അനിൽ ആന്റണിയൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു അവിടെ അനിൽ ആന്റണി ഇറക്കി, അതേപോലെ തന്നെ ആന്റണി ഇറക്കി. സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് ക്രിസ്ത്യൻ മേഖലയാണ്. ഒന്നാമത്തെ ചതിയൻ എന്നുള്ള ലെവലിലേക്ക് ഒരു മുദ്ര കുത്തിയ രീതിയിലേക്കുള്ള സംഭവം. ശരിക്കും ആ ഒരു സംഭവം ശരിക്കും ഉമ്മൻചാണ്ടിയുടെ ഒരു സഹതാപ തരംഗം കൂടി അങ്ങ് കയറിയപ്പോൾ നേരിട്ട് അത് ചാണ്ടി ഉമ്മന് വോട്ടായി മാറി. അവിടെ ശരിക്കും എടുത്തു പറയേണ്ടത് 12,500 സംതിങ് വോട്ടുണ്ടായത് വെറും 5,000, 5,500, 6,000 വോട്ടിനുള്ളിലെത്തി. അവിടെ വേറെ കുട്ടിക്കലാശത്തിന് വന്ന 50,000 പേരാണ്. നമ്മളത് പറയാതിരിക്കാൻ വയ്യ. അതായത് ക്രിസ്ത്യൻ സമൂഹം ശരിക്കും എൻ്റെ ഒരു ചോദ്യമാണ്, ക്രിസ്ത്യൻ സമൂഹം ശരിക്കും ബി ജെ പിയോട് അടുക്കുന്ന കുറച്ച് ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർ ശരിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ലേ എന്ന് എനിക്ക് ചോദ്യമുണ്ട്. എൻ്റെ മാത്രം ചോദ്യമല്ല, കേരളക്കാരുടെ ചോദ്യമാണ്. കാസ അടക്കമുള്ള സംഘടനകളൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്താൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണേ. പക്ഷേ കേരളത്തിൻ്റെ ഒരു
നമ്മൾ പഠിക്കേണ്ട ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ നമ്മൾ നോക്കുകയാണ്, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി CPM ആയിരിക്കും എൻ്റെ കണക്കുകളിൽ. BJP-യെക്കാളും കൂടുതൽ ഹിന്ദു വോട്ട് കിടക്കുന്നത് CPM-ൻ്റെ അകത്താണ്. CPM CPI ഉള്ള 2 പാർട്ടികളായിട്ടാണ്. ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കൂടുതലും കിടക്കുന്നത് കോൺഗ്രസിൻ്റെ അകത്താണ്. കുറേ നായന്മാരുടെ വോട്ടും കിടപ്പുണ്ട് കോൺഗ്രസിൻ്റെ അകത്ത്. ഈഴവ സമുദായത്തിൻ്റെ വോട്ട് സ്പ്ലിറ്റായിട്ട് മജോറിറ്റി കിടക്കുന്നതും CPM-ൻ്റെ അകത്താണ്. ശരിക്കും ഏറ്റവും കൂടുതൽ വിഘടിച്ചെടുക്കുന്ന വോട്ട് ഹിന്ദുവിൻ്റെ അവിടെ. ശബരിമല വിഷയത്തോടു കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇസ്ലാമിക വോട്ടുകൾ എങ്ങനെ ഏകോപിപ്പിക്കാം. അത് കൃത്യമായിട്ട് പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൂടി അതിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അവർ ആ ഒറ്റ വിഷയം കൊണ്ട് തന്നെ ആ വോട്ട് കംപ്ലീറ്റ് അവരുടെ പോക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. നായർ സമുദായത്തിന് അടക്കം BJP-ക്ക് ഇതുവരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഇതുവരെ ഒരു എന്താ പറയുക ഒരു കറക്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. താങ്കൾ തന്നെ പറഞ്ഞു ഈ പടവലങ്ങ പോലെ താഴത്തോട്ട് പോകാം, ക്വാളിറ്റി ഉള്ള നേതാക്കന്മാരില്ലേ എന്ന് എൻ്റെ ചോദ്യം. അതായത് ഒന്നെടുത്തേക്കുന്നത് അനിൽ ആന്റണി, ഇപ്പോൾ രണ്ടാമതെടുത്തത് ദേവൻ ചേട്ടൻ. ദേവൻ ചേട്ടൻ എൻ്റെ നല്ല സുഹൃത്താണ്, പക്ഷേ അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ട് വലിയ രീതിയിലേക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവൻ ചേട്ടനെ പല സമയം സംസാരിക്കുമ്പോഴൊക്കെ ദേവൻ ചേട്ടന് ശരിക്കും നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ട് യാതൊരു കാര്യം അറിയില്ല എന്നുള്ളത് ദേവൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, കാര്യം ഓപ്പണായിട്ട് പറയാണ്. അതായത് അപ്പോൾ അത്തരം രീതിയിലേക്കൊക്കെ സംസാരിക്കുമ്പോൾ മേജർ രവി എന്നുള്ള സംഭവം, ഇവരൊക്കെ മേജർ രവിയൊക്കെ ശരിക്കും എനിക്ക് മേജർ രവി എൻ്റെ നല്ല സുഹൃത്താണ്, പക്ഷേ ഈ മേജർ രവിയൊക്കെ എനിക്ക് തോന്നുന്നത് ഈ മേജർ രവി, മോഹൻലാൽ ഇത്തരം ആളുകളൊക്കെ ശരിക്കും സമൂഹത്തെ ഭയന്ന് ഇതിലേക്ക് നിൽക്കുന്ന ആളുകളാണ്. കുറച്ച് എനിക്ക് പറയാതെ വയ്യ, കാര്യം സംഘിപ്പട്ടം കിട്ടുമെന്ന് പേടിയുണ്ട് അല്ല, പക്ഷെ അത് ഞാൻ പറയുന്നത് ക്വാളിറ്റി ഉള്ള ആളുകളെ തന്നെയല്ലേ ശരിക്കും ഏത് പാർട്ടിയും വളർത്തേണ്ടതെന്ന് ചോദ്യം. പക്ഷെ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടായി പോകുന്നുണ്ടോ എന്ന് തന്നെ സെലക്ഷൻ. ഇപ്പൊ നമ്മുടെ ഈ സന്ദീപ് ബജസ്പതി, സന്ദീപ് വാര്യര്, രാഹുൽ മാങ്കൂട്ടത്തില്, ശ്രീജിത്ത് പണിക്കര്, ശങ്കുട്ടി ദാസ്, ഇതുപോലെയൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ഏത് വിഷയം കൊടുത്താലും അതിനെ കൃത്യമായിട്ട് പഠിച്ച് വിശകലനം ചെയ്ത് കീറി മുറിച്ച് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഏത് പാർട്ടി ആയാലും ഏത് നേതാവായാലും ഏത് സമുദായത്തിൻ്റെ ആളായാലും ഏത് രാഷ്ട്രീയ അല്ലെങ്കിൽ ഏത് ചാനലിൻ്റെ മാധ്യമം, ഇനിയിപ്പോൾ നികേഷ് കുമാർ വന്നിരുന്നാൽ പോലും ഇതിനെ കൃത്യമായി വിശകലനം ചെയ്ത് കീറി മുറിച്ച് പരിശോധിച്ച് ഉത്തരം കൊടുക്കാൻ കഴിവുള്ള ഞാൻ ഈ മേൽപ്പറഞ്ഞ ആൾക്കാരെ പോലെ എത്ര ആൾക്കാരുണ്ട് കേരളം. അവരൊക്കെ വെട്ടിമാറ്റി, അവരെ ആരെയും ഇവർ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഗോപാലൻ തൃശ്ശൂരിൽ, അതെ ഗോപേട്ടൻ, അദ്ദേഹം എത്ര ചാനൽ ചർച്ചകളിൽ വന്നതാണ്, എത്രത്തോളം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ ഒരു സൈഡിൽ പോയി നിൽക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് വല്ലാതെ കഷ്ടമല്ലേ. അദ്ദേഹത്തിന് എത്ര വോട്ടുണ്ട് ശരിക്കും തൃശ്ശൂർ ഭാഗത്ത്, നല്ല വോട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്. തന്നെയുമല്ല ഈ ശരിക്കും ഗോപാലൻ സാറോടൊക്കെ ശരിക്കും എനിക്ക് എന്താണ് വല്ലാത്ത വിഷമം തോന്നി. കാര്യം പാർട്ടിക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ അത്ര വെട്ടി നിർത്തി ഒരു സൈഡിൽ നിന്ന് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വീഡിയോ എടുത്ത് അദ്ദേഹത്തെ മാനം കളയുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി എത്തി. അപ്പം ഞാൻ പറയുന്നത് നല്ല നേതാക്കന്മാരെ ശരിക്കും വെട്ടിയെടുക്കുക. ഈ പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? ശരി, വോട്ട് കച്ചവടമാണോ? വിഷയം കേരളത്തിൽ മാത്രമേ പ്രശ്നം, വോട്ട് കച്ചവടമാണോ? ഇതിന്റെ വിഷയം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കേണ്ടത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു അണ്ണാമലൈ വന്നു, സുഖസുന്ദരമായിട്ട് ഇപ്പോൾ അവിടെ പാർട്ടി പ്രവർത്തനം ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണാമലയ്ക്ക് മുമ്പ് അവിടെ BJP ഇല്ലായിരുന്നു, BJP ഉണ്ടായിരുന്നു. BJP-യെ നയിക്കാൻ അണ്ണാമലയെ പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ടെക്നിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും പഠിപ്പും വിദ്യാഭ്യാസവും ലോക വിവരവുമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിന് മുമ്പിലേക്ക് വന്നപ്പോൾ, സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ മുമ്പിലേക്ക് വന്നപ്പോൾ, നിയമം അറിയുന്ന, കാരണം അദ്ദേഹം IPS കളയുന്ന വ്യക്തിയാണ്, നിയമം അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ മുമ്പിലേക്ക് വന്നപ്പോൾ ശക്തമായിട്ട് അവിടെ തമിഴ്നാട്ടിൽ BJP-യുടെ പ്രവർത്തനം വളരെ മുമ്പോട്ട് പോകുന്നുണ്ട്. അടുത്ത തവണ ശരിക്കും BJP സീറ്റ് അതിലും പിടിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ. എവിടുത്തെ കാര്യം? കേരളത്തില് സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്? കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ സമയമായി കഴിഞ്ഞാൽ ശരിക്കും സുരേന്ദ്രൻ വന്ന് ഞങ്ങൾ 35 സീറ്റ് കിട്ടുമെന്ന് പറയും, 45 കിട്ടുമെന്ന് പറയും, ഞങ്ങൾ ഭരിക്കുന്നൊക്കെ പറയും. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒന്ന് ആലോചിക്കണം, നമ്മുടെ മെട്രോ ശ്രീധരൻ സാറൊക്കെ ശരിക്കും അവിടെ ഓഫീസ് വരെ പണിതു. ഒന്ന് ആലോചിക്കണം, ആളുകളുടെ മുന്നിൽ നോക്കുകുത്തിയാവുന്നതിന് മര്യാദ ഉണ്ടാവണം അല്ല, ശരിക്കും എല്ലാന്ന് പറയാൻ പറ്റുമോ? സുരേഷ് ഗോപി ഞങ്ങൾ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഇത്തരം രീതിയിലേക്കൊക്കെ പോകുമ്പോൾ താങ്കളടക്കം പറയുന്നു ജയിക്കില്ല എന്ന് പറയുന്നു, കൃത്യമായി പറയുന്നു ജയിക്കില്ല എന്ന്. പക്ഷെ ജയിക്കില്ല എന്ന് പറയുമ്പം എന്തിനാണ് ഇവിടെ ഇങ്ങനെ സംഘടന കോടികൾ ചെലവാക്കുന്നത് എന്റെ ചോദ്യം. അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ ഈ സംഭവം? സ്വാഭാവികമായിട്ടും കാണുമല്ലോ, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. ഇപ്പം ഞാനൊരു തമാശ രീതിയിൽ മുമ്പ് ഇപ്പം ഇതിവിടെ പറയാൻ പറ്റുന്ന കാര്യം പറയുകയാണ്, ഞാൻ കൊടകര കുഴൽപ്പണ കേസോട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിട്ടാണ്, നിങ്ങൾക്ക് അറിഞ്ഞായിരിക്കും. അതെ. അപ്പോൾ ആ സമയത്ത് ഈ പണം നഷ്ടപ്പെട്ട, ഇതൊരു സ്വകാര്യ സദസ്സിൽ കേട്ടൊരു ഒരു കഥയാണ്. അപ്പോൾ അതൊരു നമ്മുടെ സംഘടനാപരമായിട്ടുള്ള നമ്മുടെ പഴയ ചില പ്രവർത്തകരെ കണ്ട് നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ നമുക്ക് കേട്ടൊരു തമാശ കഥയാണത്. ഈ കൊടകര കുഴൽപ്പണ കേസിൻ്റെ അകത്ത് ഈ പണം നഷ്ടപ്പെട്ടു ഇത്തരം വിഷയങ്ങളായ സമയത്ത് BJP-യുടെ ഒരു വ്യക്തി പറഞ്ഞത് മൊട്ട ഷാജിയെ വിളിച്ച് കുറച്ചുകൂടെ അയക്കാനാണ് പറഞ്ഞത്. പണം പോരാ, അമിത്ഷായെ വിളിച്ചിട്ട് ഒരു ട്രിപ്പ് കൂടെ അയക്കാനാണ് പറഞ്ഞത്. പണം
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം കേരളത്തിൽ BJPയുടെ പ്രവർത്തനം ശക്തമാക്കാനും ഇവിടെ ഈ സംഘടനയെ വളർത്താനായിട്ട് ഇവിടെയുള്ള ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന BJPയുടെ കേരളത്തിലെ നേതാക്കന്മാരായിട്ടുള്ള നായർ ഈഴവ ഗ്രൂപ്പ് കളിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവരാണ് ഈ സംഘടനയെ വളർത്താത്തത്. കേരളത്തിൽ BJP വളരാത്തതിൻ്റെ പ്രധാന കാരണം ഈ ഗ്രൂപ്പുകളെയാണ്, BJPക്ക് അകത്തുള്ള ഗ്രൂപ്പുകളാണ്. അത് അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. നമ്മളത് പറയാൻ നമുക്ക് അതിന് പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ ഞാനിപ്പോൾ താങ്കൾ ചോദിച്ചിട്ട് പറയുകയാണ്, അതിൻ്റെ അകത്ത് നടക്കുന്ന ജാതീയമായിട്ടുള്ള ഈ വിഷയങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJP രക്ഷപ്പെടാത്തത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ പുറത്താണ്. അത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. താങ്കൾക്ക് അത്തരം രീതിയിലേക്ക് BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനത്തിരുന്ന ആളാണ്. ഞാൻ മുമ്പ് സംഘത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യം അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഫാമിലിയൊക്കെ BJP ഇതിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്, BJPക്ക് അകത്ത് നടക്കുന്ന ഈ ഗ്രൂപ്പുകളുണ്ട്, എസ്പെഷ്യലി നായർ ഈഴവ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളുണ്ട് തന്നെയാണ് കേരളത്തിൽ BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത്. നമ്മൾ പറയുമ്പോൾ 2 ഗ്രൂപ്പുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഈ 2 ഗ്രൂപ്പിനെയും കൺട്രോൾ ചെയ്യുന്ന നായന്മാരുടെ പോപ്പ് എന്ന് പറഞ്ഞ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും ഇതുവരെ BJPക്ക് നിർത്താൻ കഴിയിട്ടില്ല കൂടെ. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ മകൻ തുഷാർ, ശരിക്കും ഈ BJPയിലൊക്കെ ചേർക്കാൻ പറ്റിയ ഒരു ടീമാണോ ശരിക്കും അവർ? അത് BJPക്കാരോട് പറയേണ്ടത്. അല്ല, താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? അധികാരത്തിന് വേണ്ടി നടക്കുന്ന ആളുകളായി തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അവരുടെ ഇതുവരെയുള്ള പശ്ചാത്തലം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ, ബാറ്, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈഴവ സമുദായത്തിന്റെ പേരിലാണ് എത്രയോ ബാറുകൾ. ശരിക്കും തുഷാർ ബാംഗ്ലൂരൊക്കെ ശരിക്കും ഒരുപാട് ബാറുകളുണ്ട്. അതായത് മദ്യം വിഷമാണ്, അത് നിന്നെ തലച്ചോറിനെ നശിപ്പിക്കും എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ വെച്ചിട്ടാണ് ശരിക്കും ഈ ബാർ നടത്തിക്കൊണ്ടുവന്നത്. മദ്യം തെറ്റാന്ന് പറയാൻ പറ്റില്ല. കാരണം മദ്യം നിന്റെ തലച്ചോറിനെ നശിപ്പിക്കുന്ന പറഞ്ഞു. അത് തീർച്ചയായും തലച്ചോറിനെ നശിപ്പിക്കും അമിതമായി കഴിച്ചാൽ. മഹായോഗിയായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരുന്ന വാചകങ്ങളും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളുമല്ല ആക്ച്വലി അവരുടെ പ്രചരിപ്പിക്കും. നേരെ വ്യതിചരിച്ചല്ലേ സംശയം എന്താണ് കാര്യത്തിൽ? കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ എനിക്ക് തോന്നുന്നു അവസാന സമയത്ത് ചട്ടമ്പിസ്വാമി സമയത്ത് അല്ലാതെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു മഹായോഗിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തെ ഒരു ഈഴവ സമുദായത്തിന്റെ മാത്രം നേതാവാക്കി ഒരു ചില്ലു കൂട്ടിലിരുത്തുന്ന അത് തന്നെ തെറ്റല്ലേ ശരിക്കും? അതായത് എല്ലാവരും എല്ലാ ഹിന്ദുക്കളുടെയും ഒരു മഹാനാണ് അദ്ദേഹം. ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ കറകളഞ്ഞ മനുഷ്യൻ, ആരും കുറ്റം പറയാത്തൊരു വ്യക്തിയാണ്. അത് ഒരു സമുദായത്തിൽ ഒതുക്കിയത് തെറ്റ് തന്നെയാണ്. മാത്രമല്ല ഈ ലോകത്തുള്ള ഒട്ടുമുക്കാൽ ആൾക്കാരുടെയും ആദരണീയനായ മഹായോഗിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തെ ഒരു മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് ബിസിനസ് ചെയ്യുന്നു. സംശയം എന്താണ്? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവരുടെ ഈ സമുദായങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ കോടീശ്വരന്മാരാവുകയും. താങ്കളുടെ അഭിപ്രായത്തിൽ ശരിക്കും കേരളത്തിലെ BJPയിൽ ശരിക്കും ഒരു അഴിച്ചുപണി അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടെ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിലവിലിപ്പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു വലിയ ഗ്രൂപ്പാണ് BJPയെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ പെട്ടെന്നൊരു അഴിച്ചുപണി നമ്മൾ നടത്തുകയാണെങ്കിൽ, നമ്മളല്ല കേന്ദ്രം നടത്തുകയാണെങ്കിൽ, മേ ബി പെട്ടെന്നൊരാളെ മുകളിൽ നിന്ന് കെട്ടി ഇറക്കിയോ താഴേന്ന് പൊക്കിക്കൊണ്ടുവന്നിട്ടോ സുരേന്ദ്രന് പകരമായിട്ട് ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബൂത്ത് തലം മുതലുള്ള ഇവരുടെ ഈ ഗ്രൂപ്പുകളിൽ ഇവർ വോട്ട് മറിക്കും. ഒരു സംശയം ഇവർ വോട്ട് മറിച്ചിരിക്കും. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കാൻ അവിടെ സാധിക്കാതെ തൃശ്ശൂർ. താങ്കളോട് വേറെ കാര്യം പറയാം. അതായത് കഴിഞ്ഞ തവണ തൃശ്ശൂർ ശരിക്കും നമ്മുടെ പ്രധാനമന്ത്രി ശരിക്കും കഴിഞ്ഞ തവണ വന്നപ്പം ആ വിഷ്വൽസ് താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയുടെ തോളെ കൈവച്ചാണ് ശരിക്കും തൃശ്ശൂർ പോയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് പോയി. ഒരു പ്രധാനമന്ത്രിയാണ് കേട്ടോ. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് വിഷമം ഉണ്ടാവും. ഉറപ്പാണോ? തീർച്ചയായിട്ടും ഉറപ്പാണ്. സംശയം എന്താണ്? താങ്കൾ ചോദിച്ചു നരേന്ദ്രമോദി വന്നപ്പോൾ എന്തുകൊണ്ട് സുരേന്ദ്രനെ ശ്രദ്ധിക്കാണ്ട്? എന്റെ മാത്രം ചോദ്യമല്ല, അല്ല, എല്ലാവരുടെയും ചോദ്യമാണത്. എല്ലാവരുടെയും ചോദ്യമാണ്. പ്രധാനമന്ത്രി പ്രോട്ടോകോൾ പ്രകാരം വരുമ്പോൾ ശരിക്കും സംസ്ഥാന അധ്യക്ഷനെയാണ് ആദ്യം വിഷയം അല്ലേ? തലപ്പത്ത് നിന്നല്ലേ ചേഞ്ചസ് ഉണ്ടാവുന്നത്? അദ്ദേഹത്തിന് അറിയാം ശരിക്കും സുരേന്ദ്രനൊന്നുമല്ല എന്നുള്ളത്. അറിയാം എന്താണ് കേരളത്തിലെ BJP വളരെ വ്യക്തമായിട്ട് അറിയാം. ശരിക്കും ആകെ പ്രതീക്ഷയുള്ള ശരിക്കും സുരേഷ് ഗോപിയിലാണ്. അല്ല, ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമല്ല, സുരേഷ് ഗോപി റെപ്രസെന്റ് ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കിയിടത്തോളം ക്രിസ്തീയ സമുദായത്തെ, ക്രിസ്തീയ വോട്ടുകളും ക്രിസ്തീയ സഭാ മേലധ്യക്ഷങ്ങളൊക്കെ ഒരു ബന്ധം വളരെ അദ്ദേഹം നല്ലത് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക്